ചൂട്ടാട് അഴിമുഖത്ത് ബോട്ട് അപകടമുണ്ടായി. ഫൈബർ ബോട്ട് മണൽത്തിട്ടയിൽ ഇടിച്ച് മറിഞ്ഞു. 3 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരാളെയും കൂടെ ബാക്കിയുള്ള ഒരാളെ എടുത്തു കൊണ്ടുവരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, നമുക്കറിയാവുന്നതുപോലെ ശക്തമായ കാറ്റും മഴയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ അപകടം ഇതെപ്പോഴാണ് സംഭവിച്ചിട്ടുള്ളത്? ഒരാളുടെ നില ഗുരുതരമാണ് എന്നൊക്കെയാണല്ലോ ഇപ്പോൾ അറിയാൻ പറ്റിയിട്ടുള്ളത്. അനുജ, ചൂട്ടാട് അഴിമുഖത്ത് 3 മണിയോടെയാണ്, ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. മത്സ്യബന്ധനത്തിന് പോയ ഫൈബർ ബോട്ട് അവിടെ മണൽത്തിട്ടയിൽ ഇടിക്കുകയായിരുന്നു. മണൽത്തിട്ടയിൽ ഇടിച്ച് ഈ ബോട്ട് മറിഞ്ഞു. ഈ ബോട്ടിൽ 3 മത്സ്യത്തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. അവർ ഈ ബോട്ട് മറിഞ്ഞതിനെ തുടർന്ന് അവർ കടലിലേക്ക് ഈ അഴിമുഖത്തിൻ്റെ ഭാഗമായിട്ടുള്ള അവിടെ അങ്ങനെ അപകടത്തിൽ പെടുകയും ചെയ്തു. നാട്ടുകാരുടെ കൂടി സഹായത്തോടെയാണ് 3 പേരെയും കരയിലേക്ക് എത്തിച്ചത്. അവരെ 3 പേരെയും പയ്യന്നൂർ ഉള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ശക്തമായ കാറ്റിൽ ഗതി മാറിയാണ് ഈ ഫൈബർ ബോട്ട് മണൽത്തിട്ടയിൽ ഇടിച്ച് ഈ അപകടം ഉണ്ടായത്. പെട്ടെന്ന് അവിടെ സമീപപ്രദേശത്തൊക്കെ നാട്ടുകാരും മറ്റു മത്സ്യത്തൊഴിലാളികളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. ഒരാളുടെ നില ഇപ്പോഴും ഗുരുതരമാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇവിടെ തന്നെ കഴിഞ്ഞ ആഴ്ച ഇതേ സ്ഥലത്ത് ചൂട്ടാട് അഴിമുഖത്ത് മറ്റൊരു അപകടം ഈ മണൽത്തിട്ടയിൽ ഇടിച്ച് അപകടം ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി അവിടെ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട്. എന്തായാലും 3 പേരായിരുന്നു ബോട്ടിലുണ്ടായിരുന്നത്. 3 പേരെയും കരയിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ഇവർ നീലേശ്വരം ഭാഗത്ത് നിന്ന് ഈ മത്സ്യബന്ധനത്തിനായി ഈ പഴയങ്ങാടി ചൂട്ടാട് മേഖലയിലേക്ക് വന്നതാണ് എന്നുള്ള പ്രാഥമിക വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് ഉൾപ്പെടെ ശേഖരിച്ചു വരികയാണ്. ഇവർ ഇന്ന് മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ടവരാണോ അരുൺ? മത്സ്യബന്ധനത്തിനൊക്കെ നിലവിൽ വിലക്കില്ലേ? ചെറു തോണികളിലും ഇത്തരം ചെറു ബോട്ടുകളിലൊക്കെയുള്ള മത്സ്യബന്ധനം നടക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായി മത്സ്യബന്ധനത്തിനെത്തിയവരാണെന്നാണ് ലഭിക്കുന്ന വിവരം. അവർ ഇന്ന് തന്നെ മത്സ്യബന്ധനത്തിന് ഇറങ്ങിയവരാണ്. അങ്ങനെ ഈ ഭാഗത്തേക്ക്, ഈ പഴയങ്ങാടി ഭാഗത്തേക്ക് എത്തിയതാണ്. അതിനിടെയാണ് ഈ മണൽത്തിട്ടയിൽ ഇടിച്ച് ഈ അപകടം ഉണ്ടായത്. ശക്തമായ കാറ്റുണ്ട്, മുന്നറിയിപ്പുണ്ട്. നമുക്കറിയാം, തീരപ്രദേശത്തുള്ളവർ അതോടൊപ്പം തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്നവരൊക്കെ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശമുണ്ട്. ഇവിടെ ബോട്ട് ആ ദിശയിലേക്ക് മാറിയത് ശക്തമായ കാറ്റിനെ തുടർന്നാണ്. അങ്ങനെ ഗതി മാറി മണൽത്തിട്ടയിൽ ഇടിച്ച് ഇത് മറിയുകയായിരുന്നു. ഇതിൻ്റെ ദൃക്സാക്ഷികൾ ഉൾപ്പെടെ ഉണ്ട്. ഈ അപകടം നടക്കുമ്പോൾ അവിടെ പെട്ടെന്ന് ഈ അപകടം കണ്ടവരുണ്ട്. അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങുകയും ഈ 3 പേരെ ഉടൻ തന്നെ കരയിലേക്ക് എത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റാനും കഴിഞ്ഞു. തൊട്ടടുത്തുള്ളത് പയ്യന്നൂർ ആശുപത്രിയാണ്, അങ്ങോട്ടേക്കാണ് മാറ്റിയിട്ടുള്ളത്. പക്ഷേ ഒരു മത്സ്യത്തൊഴിലാളിയുടെ നില ഗുരുതരമാണ്. ഇവർ നീലേശ്വരം സ്വദേശികളാണെന്നുള്ള പ്രാഥമിക വിവരം മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതിൽ കൂടുതൽ അതിൻ്റെ വിവരങ്ങളൊക്കെ പോലീസ് ഉൾപ്പെടെ ശേഖരിച്ചു വരികയാണ്. എന്തായാലും മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് ലഭിച്ച പ്രാഥമികമായിട്ടുള്ള വിവരം അനുസരിച്ച് അവർ നീലേശ്വരം ഭാഗത്ത് നിന്ന് ഈ മത്സ്യബന്ധനത്തിനായി 3 പേരാണോ അരുൺ? അത് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബോട്ടിൽ 3 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 3 പേരെയും കരയിലേക്ക് എത്തിക്കാൻ പെട്ടെന്ന് തന്നെ എത്തിക്കാൻ കഴിഞ്ഞു. അപകടമുണ്ടായി വളരെ നിമിഷങ്ങൾക്കകം തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവിടെ ഈ അഴിമുഖത്ത് മറ്റ് മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ശബ്ദം കേട്ടും മറ്റുമല്ലാതെ ഇവർ ഇത് പെട്ടെന്ന് തന്നെ ഈ അപകടം ശ്രദ്ധയിൽപ്പെടുകയും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ 3 പേരെയും പെട്ടെന്ന് കരയിലേക്ക് എത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇവർ ഇതേ സ്ഥലത്ത് തന്നെ ഞാൻ സൂചിപ്പിച്ച പോലെ ഒരാഴ്ച മുമ്പ് അപകടമുണ്ടായിരുന്നു. പക്ഷേ അന്ന് ശക്തമായ കാറ്റിനെ തുടർന്നല്ല അപകടമുണ്ടായത്. പക്ഷേ ഇത് ഇപ്പോൾ സംഭവിച്ചത് ശക്തമായ കാറ്റുണ്ടായി, അതിൽ ഈ ബോട്ട് ഗതി മാറി അങ്ങനെ ഈ മണൽത്തിട്ടയിൽ ഇടിക്കുകയും അത് പൂർണ്ണമായും ഈ ബോട്ട് മറിയുകയും ചെയ്തു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ്. അതിൽ ഒരാളുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു. പയ്യന്നൂർ ആശുപത്രിയിലാണുള്ളത്. ഗുരുതരമായതുകൊണ്ട് തന്നെ പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. മറ്റ് 2 മത്സ്യത്തൊഴിലാളികളുടെ നില തൃപ്തികരമാണ്. അവർക്ക് പ്രാഥമിക ചികിത്സ മാത്രമേ നിലവിൽ നൽകിയിട്ടുള്ളൂ.